وعلى الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من اثر السجود ذلك مثلهم بالتوراة. എന്തായി മതത്തിന്റെ പ്രത്യേകത? അവർ സത്യനിഷേധികളോട് ഒരിക്കലും സന്ധിയായി രാജ്യവുകയില്ല. അവർക്കിടയിൽ സ്നേഹമുള്ളവരാണ്. എങ്ങനെയാണ് ഈ ദീപ്തി അവർ ലോകത്തെത്തിച്ചത്? അതെങ്ങനെ? സിമാഹും അവരുടെ മുഖത്തൊരു പ്രത്യേകമായ അടയാളം ഉണ്ടാവും. ആ അടയാളം, ആ വെളിച്ചമാകുന്ന അവരുടെ മുഖത്തെ കാണുമ്പോൾ ഇല്ല എന്ന് പറയാൻ ഒരാൾക്ക് കഴിയില്ല. ഇതാണ് അവരുടെ പ്രത്യേകത. ഏതാണ് ആ മുഖം? സീമാഹും സുജൂദ് പെരുപ്പിക്കുന്നത് കൊണ്ട് മുഖത്തടയാളം ഉണ്ടാകും. നിസ്കാരം കണ്ടല്ല, നൂറും അത് പ്രത്യേകമായ നൂറാണെന്ന് സയ്യിദ്നാ ഇബ്നു അബ്ബാസ്. അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ലോകത്തിന് നന്മ നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള അസ്ഹാബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിരാകരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല. എല്ലാവരും അവരെ സ്വീകരിച്ചു. ലോകത്തിന്റെ നാനാഭാഗത്ത് ഒരു ചെറിയ നഗരത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു ജനത ലോകത്തിന് മുഴുവനും വിളിച്ചു നൽകിയില്ലേ? എത്ര വലിയ സത്യമാണ്! ഇതേ പ്രധാനമായി മുന്നിൽ നിന്നിരുന്നത് പ്രധാനമായിട്ടും നബി കുടുംബമായിരുന്നു. നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വളരെ ഭാരപ്പെട്ട രണ്ടു കാര്യം ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നു. ഏറ്റവും ഭാരമുള്ള രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നുവെന്ന് പുണ്യ റസൂൽ. ഒന്ന് കിതാബുല്ലാഹ്, ഒന്നെന്റെ കിതാബാണ്, ഒന്നെന്റെ കുടുംബവുമാകുന്നു. ഹബീബായ നബി. ഇത് വളരെ സത്യമാണ്. കാരണം അവർ നൂറിന്റെ പ്രഭയുള്ളവരാണ്. അവരെ കണ്ടപ്പോൾ ലോകം നിരാകരിക്കും. അവരാണ് ലോകത്തെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അവരെ കൂടെ നിന്നാൽ ഉലമാക്കൾ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പറക്കപ്പറ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലോകത്തെവിടെയും അറിയുള്ളൂ. സ്വഹാബികൾ ഏറ്റവും ബഹുമാനിച്ചിരുന്ന ആളല്ലേ സയ്യിദ്നാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അഹ്ലുൽ ബൈത്തിന്റെ പിതാവാണ്. ഈ മനുഷ്യനെ പോലെ ആ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വേറെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ മനുഷ്യന് സ്ഥാനമല്ല. ആരെയും ഈ മനുഷ്യനെ ബഹുമാനിക്കാത്ത ഒരാളുണ്ടായിരുന്നില്ല. സയ്യിദ്നാ അലി എന്തായിരുന്നു സ്ഥാനം? ഇത്രയേറെ കറാമത്ത് വെളിപ്പെട്ട ഒരു മനുഷ്യൻ വേറെയില്ല. അല്ലാഹു ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള കറാമത്തിന് അറിയില്ല. ഒട്ടകത്തിന്റെ കാൽ ചവിട്ടി ഒരു കാല് ഇങ്ങനെ വെക്കും. അടുത്ത കാൽ അപ്പുറത്ത് വെക്കുമ്പോഴത്തിന് ഖുർആൻ മർറതൻ വാഹിദ, ഒരു തവണ ഖുർആൻ ഖത്ം തീർക്കുമായിരുന്നു സയ്യിദ്നാ അലി. വിശ്വാസമുള്ളവർക്ക് കേൾക്കാം, വിശ്വാസമില്ലാത്തവരോട് വിശ്വാസമാണ്. അതാണ് സയ്യിദ്നാ അലി. അത് നമ്മൾ ഇന്ന് മൂന്നാല് ആളുകൾ തൽക്കാലം ഒരു മീറ്റിംഗ് കൂടിയിട്ട് നമ്മളാണ് വലിയൊരു കാര്യമില്ല. അങ്ങനെയാണ് അടിത്തറവാണ്. അവരുടെ കീഴിൽ നിൽക്കാനേ നമ്മളുള്ളൂ. അഹ്ലുൽ ബൈത്തിന്റെ പിതാവല്ലേ സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു. ഇന്നല്ലാഹ ജഅല ദുർരിയത കുല്ലി നബിയ്യിൻ ഫീ സുൽബിഹി വജഅല ദുർരിയതി ഫീ സുൽബി അലി എന്ന പുണ്യനബി എല്ലാ നബിമാരുടെയും കുടുംബത്തെ, പരമ്പരയെ അതാത് പ്രവാചകന്റെ മുതുകിലാണ് അല്ലാഹു നിക്ഷേപിച്ചതെങ്കിൽ എന്റെ പരമ്പരയെ ഈ അലിയുടെ മുതുകിലാണ് അല്ലാഹു നിക്ഷേപിച്ചതെന്ന് പുണ്യ റസൂൽ. അഹ്ലുൽ ബൈത്തിന്റെ പിതാവാണ് സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു. ഇതൊന്നും നിശ്ചയിച്ച കാര്യമില്ല. ഈ 21ാം നൂറ്റാണ്ടിൽ വന്ന നമ്മൾ മൂന്നാലാളൊരു യോഗം കൂടിയിട്ട് അവരെ മേലെയായിട്ട് കാര്യമില്ല. ആവില്ല, ആവണ പ്രശ്നമില്ല. ഓരോരുത്തർക്കും അവരവരിൽ പരിചയമുണ്ട്.